ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പ്രോസസ്സും എന്താണ് പ്രോസസ്സെന്നും അതേപോലെ തന്നെ പ്രോസസ് സ്റ്റേറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ PCBനെ കുറിച്ചും പ്രോസസ് കൺട്രോൾ ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് ക്രിയേഷനാണ്. ഒരു പ്രോസസ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റേജുകൾ എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Operating system like Windows and Linux maintain parent-child hierarchy of processing. ഇപ്പോൾ വിൻഡോസിലും ലിനക്സിലും എന്ത് ചെയ്യുക, ഒരു പ്രോസസ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റ് ചൈൽഡ് ഹൈറാർക്കിയാണ് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി ന്യൂ പ്രോസസ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ ഓൾറെഡി റണ്ണിങ് പ്രോസസ് യൂസിങ് സിസ്റ്റം കോൾസ്. അപ്പോൾ ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇല്ല പ്രോസസ്സിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഗൂഗിൾ ക്രോമിലോ അങ്ങനെ എന്തെങ്കിലും ഫയർഫോക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ടാബ് തുറക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, പാരൻറ്റ് ചൈൽഡായിട്ടാണ് അവിടെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ക്രിയേറ്റിംഗ് എ പാരൻറ്റ് മേക്കിംഗ് ദ ക്രിയേറ്റർ, അതായത് നമ്മൾ ഈ ക്രിയേറ്ററെ നമ്മളെന്ത് പറയാം, പാരൻ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റർ നമ്മൾ പാരൻ്റ് എന്നും അതേപോലെ തന്നെ ന്യൂലി ഫോംഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും, ചൈൽഡ് എന്നാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പാരൻ്റ് ചൈൽഡ് ഹൈറാർക്കി പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോസസ്സ് ക്രിയേഷനിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ റണ്ണിങ് ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സിൻ്റെ സബ്ബായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സിന് എന്ത് ചെയ്യുക, വേറെ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അണ്ടറിൽ എന്തുണ്ടാവും, ഒരു ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രോസസ്സ് നടക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യം നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സ് എന്ത് ചെയ്യും, ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ നിൽക്കുമായിരിക്കും ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ചൈൽഡ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പാരൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോസസ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരൻറ്റ് ചൈൽഡ് ഹൈറാർക്കിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പ്രോസസ് ക്രിയേഷൻ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ വിൻഡോസിൻ്റെതുണ്ട്. നമ്മൾ നെറ്റിലൊന്ന് റെഫർ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രോസസ് ക്രിയേഷൻ ഈസ് ഡൺ യൂസിങ് ദ ഫോർക്ക് ഫങ്ഷൻ സിസ്റ്റം കോൾ. ഈ ഫോർക്ക് ഫങ്ഷൻ സിസ്റ്റം കോൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. വെൻ എ റണ്ണിങ് പ്രോസസ് കോൾ ഫോർക്ക്, അപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള പ്രോസസ്സ് ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് എ ന്യൂ പ്രോസസ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തുണ്ടാവും, ഒരു പുതിയ പ്രോസസ്സ് എന്തുണ്ടാവും, ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ദ ഒറിജിനൽ പ്രോസസ് ബിക്കം, അപ്പോൾ ഈ ഒറിജിനൽ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, പാരൻ്റ് എന്ന് പറയും. ന്യൂലി ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും, ചൈൽഡ് എന്നാണ് പറയുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദ ഫോർക്ക് സിസ്റ്റം കോൾ ക്രിയേറ്റ് എ കോപ്പി ഓഫ് കറൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് റണ്ണിങ് കൊണ്ട് നിൽക്കുന്ന പ്രോസസ്സിൻ്റെ എന്തുണ്ടാവും, ഒരു കോപ്പി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ്. ഇതിൻ്റെ അതായത് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ എല്ലാ റിസോഴ്സസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. ബട്ട് ഇറ്റ് ജസ്റ്റ് വൺ ത്രെഡ്. അപ്പോൾ അതെന്താ, ഇത് ജസ്റ്റ് ഒരു ത്രെഡ് പോലെയാണ് വരിക. പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഒരു ത്രെഡാണ്. എക്സിക്യൂട്ട് ഫങ്ഷൻ സിസ്റ്റം കോൾ റീപ്ലേസ് ദ കറൻറ്റ് പ്രോസസ് മെമ്മറി വിത്ത് ദ കോഡ് ആൻഡ് ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യും, പുതിയ പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ എല്ലാ പ്രോസസ്സും മെമ്മറി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുതിയതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാറ്റി വെക്കും. അപ്പോൾ അതേപോലെ തന്നെ വെയിറ്റ് പെയ്ഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ്, അതായത് ഇപ്പോൾ ഒരു ചൈൽഡ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ പാരൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, വേറൊരു ചൈൽഡ് പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുക. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവും, പാരൻറ്റിൻ്റെ എല്ലാ റിസോഴ്സസും ചൈൽഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാറ്റി കൊടുക്കും. എന്നിട്ട് ഈ ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, പാരൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇനി സ്റ്റെപ്സ് ഇൻ പ്രോസസ് ക്രിയേഷൻ. ഒരു പ്രോസസ് ക്രിയേഷൻ്റെ സ്റ്റെപ്സ് എന്താണ്, ക്രിയേറ്റ് ഓഫ് പ്രോസസ് ID. ആദ്യം എന്ത് ചെയ്യും, ഒരു പ്രോസസ് ID ക്രിയേറ്റ് ചെയ്യും. ക്രിയേഷൻ ഓഫ് എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ത് ചെയ്യും, അതേപോലെ തന്നെ ഒരു പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. മെമ്മറി അലോക്കേഷൻ ഫോർ എ പ്രോസസ്, അതേപോലെ തന്നെ ആ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു.
അതേപോലെ തന്നെ ലോഡിങ് ദ പ്രോസസ്സ് ഇൻ ടു മെമ്മറി, അതായത് പ്രൈമറി മെമ്മറി റാം എന്ത് ചെയ്യുക, ലോഡിങ് ദ പ്രോഗ്രാം ഇൻ ടു മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, പ്രൈമറി മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, അത് ലോഡ് ചെയ്യുന്നു. ആഡിങ് ദ പ്രോസസ് ടു റെഡി ക്യൂ, അതേപോലെ തന്നെ റെഡി ക്യൂയിലോട്ട് എന്ത് ചെയ്യും, ഈ പ്രോസസ്സിനെ ആഡ് ചെയ്യും. ഇതാണ് ഒരു പ്രോസസ് ക്രിയേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യും, ഒരു പ്രോസസ് ഐ ഡി ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, മെമ്മറി അലോക്കേഷൻ നടത്തും. അത് കഴിഞ്ഞ ശേഷം ഈ പ്രോഗ്രാമിന് എന്ത് ഉണ്ടാവും, അതിൻ്റെ പ്രൈമറി മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, റെഡി ക്യൂ, അതായത് ക്യൂവിലോട്ട് എന്ത് ചെയ്യും, അത് പ്രോസസ്സിന് എന്ത് ഉണ്ടാവും, ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോസസ് ക്രിയേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റീസൺ ഫോർ ക്രിയേറ്റിംഗ് എ പ്രോസസ്, ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്, യൂസർ സ്റ്റാർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രൗസർ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേജിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ടാബും കൂടി തുറന്നു. അതാണ് യൂസർ ക്രിയേറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ആപ്ലിക്കേഷൻ തുറക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് യൂസർ സ്റ്റാർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ. യൂസർ എന്ത് ചെയ്യുക, പുതിയൊരു ആപ്ലിക്കേഷൻ തുറന്നു, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പുതിയ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനദർ തിങ് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ്. ചിലപ്പോൾ എന്തുണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ടാവും, എന്തെങ്കിലും പ്രോസസ്സ് എന്ത് ചെയ്യും, റൺ ചെയ്യും. അതായത് പുതുതായിട്ട് എന്ത് ചെയ്യും, റൺ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. എ റണ്ണിങ് പ്രോസസ്സ് ക്രിയേറ്റ് അനദർ പ്രോസസ്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു റണ്ണിങ് പ്രോഗ്രാം അല്ലെങ്കിൽ റണ്ണിങ് പ്രോസസ്സ് എന്തുണ്ടാവും, വേറൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോഴേക്ക് എന്ത് ചെയ്യുക, ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ബാച്ച് ജോബ് ഈസ് ഇനിഷ്യലൈസ്ഡ്. ഇത്രയും സംഭവങ്ങളാണ് എന്ത് ചെയ്യുക, ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് ടെർമിനേഷനാണ്. അതായത് പ്രോസസ് ടെർമിനേഷൻ, ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുക. പ്രോസസ് ടെർമിനേഷൻ ക്ലീൻ അപ്പ് റിസോഴ്സസ് വെൻ എ പ്രോസസ് ബി ഈസ് ഡൺ റണ്ണിങ്. അതായത് ഒരു പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോസസ്സാണ്. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതാവും. അപ്പോൾ എന്താ പ്രോസസ് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്ലീൻ അപ്പ് ദ റിസോഴ്സ്. എല്ലാ റിസോഴ്സസ് എന്ത് ചെയ്യുക, ക്ലീൻ അപ്പ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ റിസോഴ്സസ് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു പോയി. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവും, ആ റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യും, ക്ലീൻ അപ്പ് ആക്കും. ഇനി അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ റിസോഴ്സസ് എന്ത് ചെയ്യും, ഉപയോഗിക്കും. എ പ്രോസസ് ഫിനിഷ്ഡ് ഇറ്റ് എക്സിക്യൂഷൻ by executing its ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരെ, ഒരു പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് മേക്കിംഗ് ആൻഡ് എക്സിസ്റ്റ് സിസ്റ്റം കോൾ. എക്സിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യും, കോൾ ചെയ്യും. പാസ് ഇറ്റ് എക്സിസ്റ്റ് സ്റ്റേറ്റ് ടു ദ പാരൻറ്റ്. അതേപോലെ തന്നെ ഇതെന്തുണ്ടാവും, എക്സിറ്റ് ആയിങ്ങാണ്ട് എന്ത് ചെയ്യും, പാരൻറ്റിലോട്ട് എന്തുണ്ടാവും, തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാരൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യും, ഒരു ചൈൽഡ് തുടങ്ങുക. അപ്പോൾ പാരൻറ്റിൻ്റെ പ്രോസസ്സ് അവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചൈൽഡിൻ്റെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചൈൽഡിൻ്റെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെന്തുണ്ടാവും, പാരൻറ്റിൻ്റെ തന്നെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, ടെർമിനേഷൻ സെനാരിയോ. ഇനി ഇതിൻ്റെ ടെർമിനേഷൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സെനാരിയോസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, നോർമൽ എക്സിറ്റ്. അതായത് നോർമൽ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ 4 രൂപത്തിൽ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാം ടെർമിനേഷൻ നടക്കും. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എക്സിറ്റ്. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകും. വളണ്ടറി ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് നോർമൽ എക്സിറ്റ് ആണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ എക്സിസ്റ്റ്. ദ പ്രോസസ് ടെർമിനേറ്റ് ഡ്യൂ ടു ലോജിക്കൽ എറർ ഓർ മിസ്സിംഗ് ഫയൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി എറർ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പ്രോസസ് ടെർമിനേറ്റ് ചെയ്യാൻ ഡ്യൂ ടു ലോജിക്കൽ എറർ. എന്തെങ്കിലും ലോജിക്കൽ എറേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ഫയൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, എറർ എക്സിറ്റ് എന്നാണ്. അതും എന്ത് ചെയ്യുക, വളരെ അതും അത്യാവശ്യം നിർബന്ധമായിട്ടുള്ള സംഭവങ്ങളാണ്, അങ്ങനെ പോകും. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫാറ്റൽ എറർ എന്നാണ്. ഫാറ്റൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് എൻകൗണ്ടർഡ് ഇൻവോളണ്ടറി അബോർട്ട്സ്. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യുക, അബോർട്ട്സ് നോക്കുക, ഇല്ലീഗൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മെമ്മറി വയലേഷന് അല്ലെങ്കിൽ ഇല്ലീഗൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, പ്രോഗ്രാം പെട്ടെന്ന് എന്ത് ചെയ്യുക, എറർ വന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റോപ്പായിട്ട് പോവുക, അങ്ങനത്തെ കേസ്. അതായത് കില്ലിംഗ് ബൈ അനദർ പ്രോസസ്, ദ പാരൻറ്റ് ഓർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഫോഴ്സ്ഫുള്ളി എൻഡ് ദ പ്രോസസ്. അതും ഇൻവോളണ്ടറി ആണ്. ഓക്കെ, അതും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും അതായത് എന്തെങ്കിലും സെക്യൂരിറ്റി പ്രശ്നങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കാരണം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യും, ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റം
ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കാൻ കുറേ സമയം വെയിറ്റിംഗ് വരികയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാം എന്ത് ചെയ്യും, കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് ഒക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സിൻ്റെ ഇതൊക്കെ എടുക്കും, റണ്ണിങ് പ്രോസസ്സ് എടുത്തതിന് ശേഷം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ വരുന്നില്ലേ, അങ്ങനത്തെ കേസ് അത് വരുന്നതാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ സിസ്റ്റം തന്നെ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഫോഴ്സ്ഫുള്ളി ആയിട്ട് എന്തുണ്ടാവും, ഒരു പ്രോസസ്സിനെ കില്ല് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്, കിൽ ബൈ അനദർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രോസസ് ടെർമിനേഷൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഡിഫറെൻറ്റ് സെനാരിയോ ആണ് പറഞ്ഞത്. ആ 4 ഉള്ളത് നോർമൽ എക്സിറ്റ്, അതേപോലെ തന്നെ എറർ എക്സിറ്റ്, ഫാറ്റൽ എക്സിറ്റ്, അതേപോലെ തന്നെ കിൽ ബൈ അനദർ പ്രോസസ്സ്. ഇത്രയും സംഭവങ്ങളാണ് ഒരു ടെർമിനേഷൻ സെനാരിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്സ് ഇൻ പ്രോസസ് ടെർമിനേഷൻ. ഒരു പ്രോസസ് ടെർമിനേഷൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ്. പ്രോസസ് ഫിനിഷ്ഡ് എക്സിക്യൂഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ്ഡ് റിസോഴ്സസ്, PCP ഈസ് റിമൂവ്ഡ്, പ്രോസസ് ഈസ് ഡിലീറ്റഡ് ഫ്രം കൊറി. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഫിനിഷ്ഡ് എക്സിക്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യും, പ്രോസസ്സ് എന്ത് ചെയ്തു, എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് റിസോഴ്സസ്, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, അതിൻ്റെ റിസോഴ്സസ് ഒക്കെ അത് ആ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അതേപോലെ തന്നെ PCB എന്തുണ്ടാവും, ആ ബ്ലോക്കിൽ നിന്ന് അതൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ പ്രോസസ് ഇസ് ഡിലീറ്റഡ് ഫ്രം ക്യൂ, അതായത് റണ്ണിങ് നിൽക്കുന്ന ക്യൂ ഉണ്ടാവില്ല, ആ ക്യൂന്ന് എന്തുണ്ടാവും, ഈ പ്രോസസ്സ് ഡിലീറ്റ് ചെയ്യും. അതാണ് ഒരു പ്രോസസ് ടെർമിനേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റീസൺ ഫോർ പ്രോസസ് ടെർമിനേഷൻ എന്താണ്? ഒരു പ്രോസസ് ടെർമിനേഷൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? നോർമൽ കംപ്ലീഷൻ ഓഫ് എക്സിക്യൂഷൻ, അതായത് സാധാരണ രൂപത്തിലുള്ള നോർമലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ. അങ്ങനെ റണ്ണിങ് എറർ ഓർ അബ്നോർമൽ കണ്ടീഷൻസ്, എന്തെങ്കിലും റൺ ടൈം എറേഴ്സോ അതേപോലെ തന്നെ അബ്നോർമൽ കണ്ടീഷനിലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ടെർമിനേഷൻ നടക്കും. അതേപോലെ തന്നെ ലാക്ക് ഓഫ് മെമ്മറി ഓർ റിസോഴ്സസ്, ഇപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു മെമ്മറിയോ എന്തെങ്കിലും റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അപ്പോൾ അത് കിട്ടാത്ത സാഹചര്യം വരികയാണെന്നുവെച്ചെങ്കിൽ എന്തുണ്ടാവും, വരും. അതാണ് ലാക്ക് ഓഫ് മെമ്മറി ഓർ റിസോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പാരൻറ്റ് പ്രോസസ് സ്റ്റോപ്പ് ദ ചൈൽഡ് പ്രോസസ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, പാരൻറ്റ് എന്ത് ചെയ്യുക, ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്തുണ്ടാവും, ചൈൽഡ് പ്രോസസ്സ് എന്തുണ്ടാവും, സ്റ്റോപ്പ് ആവും. പിന്നെ യൂസർ മാനുവലി ടെർമിനേറ്റ് ദ പ്രോസസ്സ്. ഇപ്പോൾ എന്ത് ചെയ്യുക, യൂസർ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് പോവുകയാണ്, ആ പ്രോസസ്സ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവും, ഒരു പ്രോസസ്സ് എന്തുണ്ടാവും, ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 സ്റ്റേറ്റ് മോഡൽ, 5 സ്റ്റേറ്റ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് പ്രോസസ്സിൻ്റെ 5 സ്റ്റേജ് പ്രോസസ് മോഡൽ ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ മുമ്പ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊക്കെയാണ് ഒരു പ്രോസസ് സ്റ്റേറ്റ്, 5 സ്റ്റേറ്റ് പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലൈഫ് സൈക്കിൾ ഓഫ് പ്രോസസ്സാണ്. ഇപ്പോൾ എക്സാമിന് എന്ത് ചെയ്യുക, ലൈഫ് സൈക്കിൾ ഓഫ് പ്രോസസ്സ് ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിലും നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ലൈഫ് സൈക്കിൾ ഓഫ് പ്രോസസ് എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഇറ്റ് എൻഷുർ എഫിഷ്യൻറ്റ് CPU ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതെന്ത് ചെയ്യുക, ഇതെന്താണ് എൻഷുർ ചെയ്യുന്നത്, എഫിഷ്യൻറ്റ് CPU ഷെഡ്യൂളിങ്ങും അതേപോലെ തന്നെ റിസോഴ്സ് മാനേജ്മെൻറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇത് ചെയ്യുന്നത്. ഓക്കെ, ദ മോഡൽ കൺസിസ്റ്റ് ഓഫ് 5 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജ്. എന്ത് ചെയ്യുക, ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റേജല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ന്യൂ, റെഡി, റണ്ണിങ്, ബ്ലോക്ക്, അതേപോലെ തന്നെ ബ്ലോക്ക് അല്ലെങ്കിൽ വെയിറ്റിംഗ് എന്നും പറയും. വെയിറ്റിംഗ് എന്നാണ് സാധാരണ കേരളത്തിൽ, വെയിറ്റിംഗ്, അതേപോലെ തന്നെ ബ്ലോക്ക്ഡ്, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ടെർമിനേറ്റഡ് അല്ലെങ്കിൽ എക്സിറ്റ്. ഇങ്ങനെ 5 സ്റ്റേജാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡയഗ്രാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ എന്ന് എന്തുണ്ടാവും, റെഡി സ്റ്റേജിലോട്ട് വരുന്നു. റെഡി സ്റ്റേജിൽ നിന്ന് അത് റൺ ചെയ്യുന്നു. റൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, റൺ ചെയ്തിട്ട് അങ്ങനെ ടെർമിനേറ്റ് ചെയ്തിട്ട് പോകുന്നു. ഇനി റെഡി സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഇൻപുട്ടിൻ്റെ ആവശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും റിസോഴ്സിൻ്റെ ആവശ്യങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ എന്തുണ്ടാവും, ഈ പ്രോഗ്രാമിനെ എന്തുണ്ടാവും, ഈ പ്രോസസ്സിനെ വെയിറ്റിംഗ് സ്റ്റേജിൽ വെക്കും. അപ്പോൾ ആ വെയിറ്റിംഗ് സ്റ്റേജിന് എന്ത് ചെയ്യുക, IO, അതായത് ഇപ്പോൾ യൂസറിൽ നിന്ന് ഇൻപുട്ടോ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിന് എന്ത് ചെയ്യുക, വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് ഇടാം. അപ്പോൾ അവിടുന്ന് ആ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്തുണ്ടാവും, റണ്ണിങ് സ്റ്റേജിലോട്ട് വരും. അങ്ങനെ എന്ത് ചെയ്തും കംപ്ലീറ്റ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് പോകും. അതാണ് ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഓരോ സ്റ്റേജുകളും നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകമായിട്ട് നോക്കാം. ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ന്യൂ. ദ പ്രോസസ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് ഓർ ഇനിഷ്യലൈസ്ഡ് ബട്ട് നോട്ട്
യെറ്റ് ബി ലോഡഡ് ഇൻ ടു ദ മെയിൻ മെമ്മറി. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തു, പക്ഷെ എന്തുണ്ടല്ല, മെയിൻ മെമ്മറിയിലോട്ട് അല്ലെങ്കിൽ റാമിലോട്ട് എന്തില്ല, ഇത് ലോഡ് ചെയ്തിട്ടില്ല. അതാണ് ആ സ്റ്റേജിനെ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഈസ് ലോഡഡ് ഇൻ ടു ദ മെയിൻ മെമ്മറി. എന്ത് ചെയ്യുക, റെഡി ന്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി സ്റ്റേജാണ്. അവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രോസസ്സ് എന്തുണ്ടാവും, മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. ആൻഡ് വെയിറ്റിംഗ് ഫോർ സി പി യു ടൈം ടു എക്സിക്യൂട്ട്. പിന്നെ എന്തുണ്ടാവും, അത് വെയിറ്റ് ചെയ്യും. എന്തിനാ, സി പി യു ടൈം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്റ്റേജാണ് റെഡി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും, മെയിൻ മെമ്മറിക്ക് ലോഡ് ചെയ്യുകയും ചെയ്തു, സി പി യുവിൻ്റെ ഷെഡ്യൂളിങ് ടൈമിന് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചെയ്യുന്ന സ്റ്റേജാണ് റെഡി സ്റ്റേജ് എന്ന് പറഞ്ഞത്. അടുത്ത റണ്ണിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെമ്മറിയിലോട്ടും ആഡ് ചെയ്തു, സി പി യു ഷെഡ്യൂളിങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ടൈമിങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ പ്രോസസ്സ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ബൈ ദ സി പി യു അല്ലെങ്കിൽ പ്രോസസ്സറിൽ. ആ പ്രോസസ്സറിൽ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, വല്ല ഇൻപുട്ട് ആവശ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ സ്റ്റേജിനെ നമ്മൾ എന്താ പറയുക, വെയിറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ആ സ്റ്റേജിൽ എന്ത് ചെയ്യുക, പ്രോസസ്സ് ഒന്ന് പൗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ദ എക്സ്റ്റേണൽ ഇവൻറ്റ് ടു ഒക്കർ. അതായത് IO ഓപ്പറേഷൻസ് അല്ലെങ്കിൽ യൂസർ ഇൻപുട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റെപ്പിനെ നമ്മൾ എന്താ പറയുക, വെയിറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് എന്ന് പറയുന്നത്. അടുത്ത ടെർമിനേറ്റഡ് അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ദ പ്രോസസ് ആസ് ഫിനിഷ്ഡ് ഇറ്റ് എക്സിക്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അബോട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ഇതായിട്ട് പോകുന്ന സമയത്ത്, ഈ സമയത്ത് എന്ത് ചെയ്യും, റിമൂവ് ഫ്രം മെമ്മറി ആൻഡ് സിസ്റ്റംസ്. ആ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് കാര്യങ്ങൾ അതിൻ്റെ മെമ്മറി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്തിരുന്ന റിസോഴ്സസ്, അതിൻ്റെ മെമ്മറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ അപ്പ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, പോവാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 5 സ്റ്റേജ്. ഇതാണ് ന്യൂ, റെഡി, റണ്ണ്, വെയിറ്റിംഗ്, അതേപോലെ തന്നെ ടെർമിനേഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ പറഞ്ഞ 5 സ്റ്റേജ് മോഡൽ, പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം വരക്കണം, അതിൻ്റെ ഓരോന്നിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും വേണം. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഡഡ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ചെറിയ ടോപ്പിക്കും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. സസ്പെൻഡഡ് പ്രോസസ്സ്. A suspended process is a process that has been temporarily stopped by the operating system and moved out of main memory to secondary storage. അപ്പോൾ എന്താ സസ്പെൻഡഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സിനെ ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ് സിസ്റ്റം. എവിടേക്കാണ്, മെയിൻ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാം, ആൻഡ് മൂവ് ഔട്ട് ഓഫ് മെയിൻ മെമ്മറി ടു സെക്കൻഡറി മെമ്മറി. മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഈ പ്രോസസ്സിന് എന്ത് ഉണ്ടാവും, ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, മാറ്റി വെക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയാം സസ്പെൻഡഡ് പ്രോസസ്സ് എന്ന്. ദ പ്രോസസ് കനോട്ട് കണ്ടിന്യൂ എക്സിക്യൂഷൻ അണ്ടിൽ ഇറ്റ് റെസ്യൂം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ഈ പ്രോസസ്സ് കോൾ ചെയ്യാതെ എന്ത് ചെയ്യില്ല, ഈ പ്രോഗ്രാം ഈ കോൾ ചെയ്യുന്നത് വരെ ഈ പ്രോഗ്രാം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നിൽക്കുകയായിരിക്കും ഉണ്ടാവുക. സസ്പെൻഷൻ ഈസ് മെയിൻലി ഡൺ ടു ഫ്രീ മെമ്മറി ആൻഡ് ഇംപ്രൂവ് സിസ്റ്റം പെർഫോമൻസ്. സസ്പെൻഡ് സ്റ്റേജിലോട്ട് ഒരു പ്രോസസ്സ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെമ്മറി ഫ്രീ ആപ്പിനും അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്, സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നടക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനേക്കാളും പ്രയോറിറ്റിയിലൊരു പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചെങ്കിൽ ആ സമയത്ത് എന്തുണ്ടാവും, നമ്മൾ റൺ ചെയ്തിരിക്കുന്ന പ്രോസസ്സിനെ സസ്പെൻഡ് സ്റ്റേജിലോട്ട് ചിലപ്പോൾ മാറ്റും. അപ്പോൾ എന്തുണ്ടാവും, ഈ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്മറിയും കാര്യങ്ങളും കൂടി എന്തുണ്ടാവും, അടുത്ത പ്രോഗ്രാമിന് എന്തുണ്ടാവും, കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് മതിയായ മെമ്മറിയോ കാര്യങ്ങളോ കിട്ടാതെ വരുന്ന സ്റ്റേജിലും എന്ത് ചെയ്യും, സസ്പെൻഡ് സ്റ്റേജിലോട്ട് മാറ്റും. അത് കിട്ടുന്ന സമയത്ത് എന്തുണ്ടാവും, അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ്. ഓക്കെ, വൈ പ്രോസസ് ഗെറ്റ് സസ്പെൻഡഡ്. എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എന്തിനാണ് ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, സസ്പെൻഡ് സ്റ്റേജിലോട്ട് മാറ്റുന്നത്? റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് മെമ്മറി അലോട്ട് ചെയ്ത് കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്യുക, കൂടുതൽ മെമ്മറി ആവശ്യമായിട്ട് വരികയാണ്, അടുത്ത സ്റ്റേജിൽ മെമ്മറി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാമിനെ മാറ്റി വെക്കാം, അങ്ങനത്തെ സ്റ്റേജും വരാം. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റിംഗ്, എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ടോ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന കേസിൽ എന്ത് ചെയ്യാം,
അത് കിട്ടുന്നത് വരെയും സസ്പെൻഡ് സ്റ്റേറ്റിലോട്ട് മാറ്റും. അതേപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് ഡീബഗ്ഗിങ്, അതേപോലെ തന്നെ സെക്യൂരിറ്റി ഡീബഗ്ഗിങ് ഇഷ്യൂസ് സമയത്തും എന്ത് ഉണ്ടാവും, ഒരു പ്രോഗ്രാമിനെ സസ്പെൻഡ് സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്യും, മാറ്റി വെക്കും. ഓക്കെ, ഇതാണ് ഒരു സസ്പെൻഡഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് സസ്പെൻഡഡ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് റെഡി സസ്പെൻഡഡ് സ്റ്റേറ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് സസ്പെൻഡഡ് സ്റ്റേറ്റ് ഉണ്ട്. റെഡി സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഈസ് റെഡി ടു എക്സിക്യൂട്ട്. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സസ്പെൻഡഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ സെക്കൻഡറി മെമ്മറി. അതെന്ത് ചെയ്യും, പ്രോഗ്രാം സസ്പെൻഡ് ചെയ്തിട്ട് സെക്കൻഡറി മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ടു മൂവ് ബാക്ക് ടു ദ മെയിൻ മെമ്മറി. ഈ 3 സമയങ്ങളും ഇതിനെ പറയുന്നത് റെഡി സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അത് ബ്ലോക്ക്ഡ് സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ ആൻ ഇവൻറ്റ്. അതായത് യൂസർ ഇൻപുട്ടോ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് നമ്മൾ ബ്ലോക്ക്ഡ് സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്നാണ് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സസ്പെൻഡഡ് ഫ്രം മെയിൻ മെമ്മറി. അതേപോലെ തന്നെ മെയിൻ മെമ്മറിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സംഭവത്തിൽ എന്ത് ചെയ്യുക, ബ്ലോക്ക്ഡ് സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്നാണ് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോസസ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.